മലബാറിന്റെ മണ്ണിൽ ഏറനാടിന്റെ ചോര തുടിക്കുന്ന വിപ്ലവ ചരിത്രത്തിൽ അധികാരത്തിന്റെയും ജന്മിത്വത്തിന്റെയും തോക്കിൻ കുഴലുകൾക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ചു നിന്ന് പൊരുതിയ ഒരു മനുഷ്യന്റെ പേരുണ്ട്. ചോരയും നീരും നൽകി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തിയ, തൊഴിലാളികളുടെ ചെങ്കൊടി കയ്യിലേന്തിയ ഏറനാടിന്റെ വിപ്ലവ സൂര്യൻ സഖാവ് കെ കുഞ്ഞാലി. 1969 ജൂലൈ 28. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത, എന്നാൽ ചോര തിളയ്ക്കുന്ന ഒരു ഓർമ്മ ദിനം. കേരളത്തിൽ ഒരു സിറ്റിംഗ് MLA ഭരണാധികാരികളുടെയും വർഗശത്രുക്കളുടെയും ക്രൂരതയ്ക്ക് ഇരയായി വെടിയേറ്റു മരിച്ച മറ്റൊരു ചരിത്രമില്ല. ആ വിപ്ലവ നായകന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ, രക്തപുഷ്പങ്ങൾ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ജനിച്ച കുഞ്ഞാലി ചെറുപ്പകാലത്ത് തന്നെ തന്റെ ജീവിതം രാജ്യത്തിനും ജനങ്ങൾക്കുമായി സമർപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച ആ യുവാവ് അടിച്ചമർത്തപ്പെട്ടവന്റെ കൂടെ നിൽക്കാനാണ് സൈനിക യൂണിഫോം അഴിച്ചുവെച്ചത്. സൈന്യത്തിലെ അച്ചടക്കവും ഭയരഹിതമായ മനസ്സുമായി ഏറനാടിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിയ കുഞ്ഞാലി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയായി മാറി. കിഴക്കൻ ഏറനാട്ടിലെ തോട്ടം തൊഴിലാളികളെയും കർഷകരെയും അദ്ദേഹം ഒന്നിപ്പിച്ചു. ജന്മിത്തത്തിന്റെ കോട്ടകളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം ഇടിമുഴക്കം തീർത്തു. ജന്മിമാരുടെയും വൻകിട തോട്ടമുടമകളുടെയും പേടി സ്വപ്നമായി മാറി ആ മനുഷ്യൻ. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ കർഷകന്റെയും കുടിയാന്റെയും നെഞ്ചിലേക്ക് ജന്മിമാരുടെ ഗുണ്ടകളും പോലീസും തോക്കു ചൂണ്ടിയ കാലം. ആ ഭയത്തിന്റെ വായുവിനെ കുഞ്ഞാലി കീറി മുറിച്ചു. മണ്ണിൽ പണിയുന്നവരാണ് അതിന്റെ അവകാശിയെന്ന് അദ്ദേഹം ഗർജിച്ചു. നിലമ്പൂർ കോവിലകത്തിന്റെയും കൊടക്കാടൻ ജന്മിമാരുടെയും ലക്ഷക്കണക്കിന് ഏക്കർ തരിശുഭൂമി കർഷകർക്കായി പിടിച്ചെടുത്ത ഐതിഹാസികമായ ഭൂസമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ജന്മിമാരുടെ കാവൽക്കാരെയും പോലീസിന്റെ ലാത്തിയെയും ക്രൂരമായ മർദ്ദനങ്ങളെയും അദ്ദേഹം പുച്ഛിച്ചു തള്ളി. തൊഴിലാളികളുടെ ചോര ചുരത്താൻ വന്ന കരാള നിയമങ്ങളെ അദ്ദേഹം തെരുവിൽ നേരിട്ടു. 1965 രാജ്യരക്ഷാ നിയമപ്രകാരം കണ്ണൂർ ജയിലിൽ അടയ്ക്കുമ്പോൾ അതേ ഇരുണ്ട ജയിലറയ്ക്കുള്ളിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ചരിത്രം എഴുതിയത്. ജയിലിൽ കിടന്നുകൊണ്ട് ആദ്യമായി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1967 നിലമ്പൂരിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയ സഖാവിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് അയച്ചു. നിയമസഭയിലും തെരുവിലും പാവങ്ങളുടെ ശബ്ദമായി കുഞ്ഞാലി കത്തിക്കയറി. എന്നാൽ വർഗശത്രുക്കൾക്കും ജന്മി പ്രഭുക്കൾക്കും ആ വിപ്ലവ നായകന്റെ വളർച്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മുഖം നോക്കാതെ അനീതിക്കെതിരെ പോരാടിയ ആ ചെങ്കൊടി വീഴ്ത്താൻ അവർ ഇരുളിൽ ഗൂഢാലോചന നടത്തി. 1969 ജൂലൈ 26 രാത്രി അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് CPIM ഓഫീസിൽ നിന്നിറങ്ങി ജീപ്പിലേക്ക് കയറാൻ തുടങ്ങിയ സഖാവ് കുഞ്ഞാലിയുടെ നെഞ്ചിലേക്ക് വർഗശത്രുക്കളുടെ തോക്കിൻ കുഴലുകൾ തീതുപ്പി. ഇരുട്ടിൽ നിന്ന് വന്ന വെടിയുണ്ട ആ വിപ്ലവ ശരീരത്തെ തളർത്തി. തുടർന്ന് 2 ദിവസങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കിടക്കയിൽ ജീവന് വേണ്ടി പൊരുതിയ ആ പോരാളി ജൂലൈ 28 ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ 42-ാം വയസ്സിൽ അദ്ദേഹം രക്തസാക്ഷിയായി. എന്നാൽ വെടിയേറ്റ് വീണത് ഒരു മനുഷ്യനല്ല, ഏറനാടിന്റെ സമര യൗവനമായിരുന്നു. ലക്ഷക്കണക്കിന് പാവങ്ങളുടെ പ്രത്യാശയായിരുന്നു സഖാവ് കുഞ്ഞാലി. ആ പേര് കേൾക്കുമ്പോൾ ഇന്നും ഏറനാടിന്റെ മണ്ണിൽ ചോര തിളയ്ക്കും. അനീതിക്കെതിരെ പൊരുതാൻ ഓരോ യുവത്വത്തിനും അതൊരു ആവേശമാണ്. കാലം എത്ര കഴിഞ്ഞാലും വർഗശത്രുക്കൾ പുതിയ രൂപത്തിലെടുത്താലും സഖാവ് കുഞ്ഞാലിയുടെ ഓർമ്മകൾ ചെങ്കനലായി ഈ മണ്ണിൽ ജ്വലിച്ചുകൊണ്ടിരിക്കും. മരിക്കില്ല സഖാവേ, നിങ്ങൾ മരിക്കില്ല. ഞങ്ങളുടെ നെഞ്ചിൽ തീയായി ഇടിമുഴക്കമായി നിങ്ങൾ ജീവിക്കുന്നു. ധീര രക്തസാക്ഷി സഖാവ് കുഞ്ഞാലിക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം പ്രിയ സഖാവേ.